കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവജനത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിലും നമ്മുടെ മുൻപിലായിരിക്കുന്ന പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ദൈവജനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുവാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവജനത്തോടൊപ്പം നമുക്കായിരിക്കാം. മെസ്സേജിലേക്ക് പോകാം, ശ്രദ്ധയോടെ കേട്ടാട്ടെ. യേശു കർത്താവ് തൻ്റെ മുമ്പിൽ വന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഡീൽ ചെയ്തത്? തൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ എങ്ങനെയാണ് യേശു തരണം ചെയ്തത്? ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും തമ്മിൽ വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം. ലൂക്കോസ് സുവിശേഷം 8:24 മുതൽ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന യേശുവിൻ്റെ വള്ളത്തിലകത്തേക്ക് ഒരു വലിയ കാറ്റും കോളും ഉണ്ടായി. അതിനകത്ത് 12 ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാർ ഉറക്കെ നിലവിളിച്ചു. ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? നിലവിളിക്കുക. അവരുടെ ഉള്ളിലൊരു ഭയമുണ്ടായി. ഞങ്ങൾ മരിക്കുമെന്നൊരു ഭയമുണ്ടായി, ഞങ്ങൾ നശിക്കുമെന്നൊരു ഭയമുണ്ടായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അവരുടെ ഉള്ളിലെ ഭയത്തിൻ്റെ കാരണം എന്താ? ഞങ്ങൾ നശിക്കുമെന്നൊരു ഭയമുണ്ടായി. ആ ഭയത്തിൽ നിന്ന് അവർ നിലവിളിച്ചു. ആ 12 പേര് കൂടാതെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു വഞ്ചിയിൽ. അയാളുടെ പേര് യേശു എന്നായിരുന്നു. യേശു കർത്താവും അതിൻ്റെ കൂട്ടത്തിൽ നിലവിളിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് മുങ്ങാൻ പോകുന്ന വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ കാറ്റിനോടും കടലിനോടും അടങ്ങുക എന്നും ശാന്തമാകുക എന്നും കൽപ്പിച്ചു. ഞാൻ ചോദിക്കാം, ഈ 12 പേര് കരഞ്ഞപ്പോൾ യേശു കർത്താവ് എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നിട്ട് ആ വെള്ളത്തോട് അടങ്ങാൻ പറഞ്ഞത്? വളരെ സിമ്പിളാണ് എൻ്റെ കാരണം. വളരെ സിമ്പിളാണ് എൻ്റെ കാരണം. എന്താ ബ്രദറെ കാരണം? യേശുവിനൊരു കാര്യം അറിയാമായിരുന്നു. ദൈവം ഈ ഭൂമിയിൽ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ അതിൻ്റെ മേൽ വാഴാനാണ് വിളിച്ചത്. ആദാം ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു, ആദ്യത്തെ മനുഷ്യനായിരുന്നു. ആദാമിന് ദൈവം 5 അധികാരങ്ങൾ കൊടുത്തു. ഒന്ന്, വെള്ളത്തിൻ്റെ മേലായിരുന്നു അധികാരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, വെള്ളം മനുഷ്യനെ വാഴാനുള്ളതല്ല, പകരം വെള്ളത്തെ മനുഷ്യൻ വാഴാനുള്ളതാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ വിശ്വാസത്തോടെ ഇങ്ങനെ കൽപ്പിച്ചു, വെള്ളമേ അടങ്ങ്, കടലേ ശാന്തമാക്, കാറ്റേ ശാന്തമാക്. വേദപുസ്തകം പറയുക, കാറ്റും കടലും ശാന്തമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശിഷ്യന്മാർ നിലവിളിച്ചെടുത്ത് യേശു പറഞ്ഞത് അടങ്ങ്, ശാന്തമാക്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാനോ നിങ്ങളോ ആയിരുന്നു ആ വഞ്ചിയിലെങ്കിൽ, യേശുവിന് പകരം ജോൺ ദാരു ബ്രദറാണ് ആ വഞ്ചിയിലെങ്കിൽ എന്ത് ചെയ്തേനിയിരുന്നു എന്ന് പറയട്ടെ. ഞാൻ പറയാം. നമ്മൾ ശിഷ്യന്മാരോട് പറയും, നിലവിളിക്കാതെടാ പിള്ളേരെ, എല്ലാവരും കൂടെ കൈ കോർത്ത് പിടിക്കാടാ. ഞങ്ങളെല്ലാവരും കൂടെ കൈ കോർത്ത് പിടിക്കും. നമുക്കൊരു പാട്ടുപാടി പ്രാർത്ഥിക്കാടാ. അങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ പറയുന്നത്. നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ സാധാരണ ചെയ്യത്തുള്ളൂ. പക്ഷേ യേശു പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഒന്നുമല്ല ചെയ്തത്. പകരം ആ കാറ്റിനോട് കടലിനോട് അടങ്ങുക എന്ന് കൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? തങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നത്തിന് എല്ലാം പ്രാർത്ഥിക്കുകയല്ല പ്രതിവിധി, ചിലതിനോട് കൽപ്പിക്കാൻ യേശു പറഞ്ഞു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കാവോ നിങ്ങൾക്ക്? ഒരിക്കൽ യേശു കർത്താവ് ഒരു അത്തിമരത്തെ ശപിച്ചു. ആ അത്തിമരത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേദപുസ്തകം പറയുന്ന ആ അത്തിമരം ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ ശപിച്ച ആ അത്തിമരം നശിച്ചുപോയി. ശിഷ്യന്മാരോടൊപ്പോൾ യേശു പറയുക, മർക്കോസിന്റെ സുവിശേഷം 11:22 മുതലുള്ള വാക്യങ്ങൾ യേശു പറയുക, ശ്രദ്ധിച്ചു കേൾക്കണേ. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ അത്തിയോടോ കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. ഈ മലയോട് കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കും. ഈ മലയുടെ അടുക്കൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമെന്നോ, ഈ മലയുടെ അടുക്കൽ പോയിരുന്ന് ഉപവസിച്ചാൽ അതിനെ കേൾക്കുമെന്നോ അല്ല യേശു പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ആ മലയുടെ മുമ്പിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? കരഞ്ഞു നിലവിളിച്ച്, ദൈവമേ, ഈ മലയെ നീക്കി തരണേ, ദൈവമേ, നീ അല്ലാതെ വേറെ ആരുമില്ല, മലയെ നീക്കുന്നവൻ നീയാ ദൈവമേ എന്ന് പറയാനല്ല കർത്താവ് പറഞ്ഞത്. ആ മലയുടെ മുമ്പിൽ പോയിരുന്നിട്ട്, മലയുടെ വലിപ്പം ഇതെന്തു മലയാ ദൈവമേ, ആരെയെ കൊണ്ട് ഇത് രക്ഷിക്കാൻ പറ്റും, ഇതെങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുന്നത് എന്ന് പറയാനുമല്ല കർത്താവ് പറഞ്ഞത്. പകരം ആ മലയെ നോക്കിയിട്ട് അത് എത്ര വലുതായിരുന്നാലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിച്ചാൽ ആ മല നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് യേശു പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, മലയെ കണ്ട് പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞില്ല.
പറഞ്ഞോ നിങ്ങൾ അങ്ങനെ? മലയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, മലയുടെ അടുക്കൽ നിന്ന് കരയാൻ പറഞ്ഞില്ല, മലയെ നോക്കിയിട്ട് യേശു കർത്താവ് കൽപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമേറിയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങൾക്ക് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ആ പ്രശ്നത്തിന് വേണ്ടി എന്തിനാണ് കൽപ്പിക്കേണ്ടതെന്നും ഇന്നത്തെ വിശ്വാസികളിൽ യേശുവിനെ അറിയുന്ന കൂടുതൽ പേരുടെയും അകത്തില്ല. അവർക്ക് എല്ലാത്തിനും ഒരു ഉത്തരവേ ഉള്ളൂ, പ്രാർത്ഥിക്കാം. എല്ലാത്തിനും ഒരു ഉത്തരമല്ല ബൈബിൾ പറഞ്ഞത്, എല്ലാത്തിനൊരു ഉത്തരമല്ല ബൈബിൾ പറഞ്ഞത്. അതിനെയാണ് തിരുവെഴുത്തുകളെ അറിയുക എന്ന് പറഞ്ഞത്. നിന്റെ പ്രശ്നത്തിന് മുമ്പിൽ എന്താണ് നീ ചെയ്യേണ്ടതെന്ന് ഈ വേദപുസ്തകം പറഞ്ഞിരിക്കുകയാണ്. അതിനെ തിരിച്ചറിയുന്നതിനെയാണ് തിരുവെഴുത്തുകളെ അറിയുക എന്ന് പറയുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരാളുടെ അകത്ത് തിരുവെഴുത്ത് മനസ്സിലായാൽ, ആ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് പിടികിട്ടാൻ തുടങ്ങിയാൽ അയാളുടെ ലൈഫ് സക്സസ് ആകാനായി തുടങ്ങും. ഓ ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? ഒരിക്കലേ ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മോനെ ഒരാളിങ്ങ് വന്നേടാ, ബിജു വന്നേ, എന്നെ ശ്രദ്ധിച്ച് ഗൗരവമായി നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ കാഴ്ചയില്ല. ഞാൻ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് കൈവച്ചിട്ട് വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചയുണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈകളിൽ ദൈവശക്തി ചലിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, മോനെ കാണാവോടാ മോനെ? നമ്മളെങ്ങനെയല്ലേ ചോദിക്കുന്നത് സാധാരണ? പ്രാർത്ഥിച്ചിട്ട് എന്ത് ചോദിക്കും? ഇപ്പോൾ കാണാവോടാ നിനക്ക്? ആ ചെറുക്കൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് കാണത്തില്ല, എനിക്കൊരു വിഷമം തോന്നി. വീണ്ടും ഞാൻ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഈ കുരുട്ട് കണ്ണ് തുറക്കട്ടെ. എൻ്റെ കൈകളിൽ ദൈവശക്തി ചലിക്കുന്നത് അറിയാം. ഞാൻ വീണ്ടും ചോദിച്ചു, മോനെ നിനക്ക് കാണാവോടാ? അവൻ പറഞ്ഞു, അവന് കാണത്തില്ല. വിഷമം കുറച്ചും കൂടെ കൂടുതലായി. വീണ്ടും കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് തുറക്കട്ടെ. ഉള്ള അഭ്യാസം എല്ലാം ചെയ്യുവോ? ഞാൻ ചോദിച്ചു, കാണാവോ? അവൻ പറഞ്ഞു, അപ്പോഴും ഇല്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, കൈകളിൽ ദൈവസാന്നിധ്യമുള്ളത് അറിയാം, എന്നിട്ട് എന്താണ് ആ വ്യക്തി സൗഖ്യമാകാത്തത്? എനിക്ക് ഉത്തരം പിടികിട്ടുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ചോദ്യം വന്നു. ഞാൻ കണ്ണിൻ്റെ മേൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചത് കാഴ്ച കിട്ടാനാണ് അല്ലേ? അതിനല്ലേ ഞാൻ പ്രാർത്ഥിച്ചേ. പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? കാണാവോ ചേട്ടാവോ എന്ന് ചോദിക്കുന്നേ. പ്രാർത്ഥിച്ചത് എന്തിനാ? പറ നിങ്ങൾ. കാണാൻ വേണ്ടിയാ. പക്ഷെ ചോദിക്കുന്നത് എന്തുവോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ജോണേ, ഞാൻ കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം കാണാവോടാന്ന് ചോദിച്ചില്ല. പകരം എന്നതാ ചോദിച്ചേ? ഇപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ഒന്ന് കൈയടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യേശു ഒരു മനുഷ്യനെ കണ്ണിന് മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചതിന് ശേഷം അവനോട് ചോദിച്ചു, ഇപ്പോൾ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാണാം, മനുഷ്യരെയൊക്കെ കാണാം, പക്ഷെ മരങ്ങൾ നടക്കുന്ന പോലെ അവർ നടക്കുന്നത്. യേശു വീണ്ടും അവൻ്റെ കണ്ണിന് മേൽ കൈവച്ചു. അടുത്ത നിമിഷം അവൻ പറയുക, എനിക്ക് സ്പഷ്ടമായി കാണാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ പോലും വേദപുസ്തകത്തിലെ അറിവില്ലെങ്കിൽ അതുപോലെ ചെയ്യാനായി പറ്റില്ല. അത്ഭുതമുണ്ടാകണമെന്നില്ല. വചനത്തിൻ്റെ അറിവ് നിൻ്റെ അകത്തുണ്ടായാലേ അത്ഭുതമുണ്ടാകത്തുള്ളൂ. ഞാൻ 98 ഞങ്ങൾക്ക് എനിക്കുന്ന സഭയില്ല. 2001 ഞങ്ങൾ കൊച്ചു ചർച്ച തുടങ്ങിയത്. 98 ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരന്മാരുമായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുമായിട്ടൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ ഒരു പെങ്കൊച്ചിൻ്റെ മേൽ നിന്നൊരു പിശാചിളകി, ഭൂതമിളകി. അത് കടന്ന് അലറാനും ബഹളം വെക്കാനും തുടങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ പോകത്തില്ല. ഞങ്ങൾക്ക് ഈ ഭൂതം ഇളകിയതോടുകൂടി കുറച്ചും കൂടെ ആവേശമായി, കർത്താവ് എന്തോ ചെയ്യുവാന്നുള്ള ആവേശമായി. ഞങ്ങൾ കൂടെ നിന്നുള്ള ചെറുപ്പക്കാരോട് എല്ലാവരോടും പറഞ്ഞു, ആ പെങ്കൊച്ചിൻ്റെ ചുറ്റും കൂടി നിന്ന് വട്ടത്തിൽ നിന്ന് പാട്ടുപാടി ആരാധിക്കാൻ പറഞ്ഞു. അന്നത്തെ ഹിറ്റ് പാട്ട് അറിയാമോ നിങ്ങൾക്ക്? ബന്ധനം വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ വെച്ച് കീർച്ച് പാച്ചു പാടുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. ഞങ്ങൾ ചെറുപ്പക്കാർ, എനിക്കന്ന് 24 വയസ്സേ കണ്ടേ ഉള്ളൂ. കൈയടിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി പാടുക. പാടുന്ന സമയത്ത് ഈ ഭൂതം ഇളകും. ഈ പിശാച് ഇളകിയിട്ട് പറയും, ഞാൻ പോയേക്കാവേ എന്ന് പറയും. പാട്ട് തണുത്ത പിശാച് തിരിച്ചുകൊണ്ട് പറയും, ഞാൻ പോകത്തില്ലെന്നും പറയും.
ഞങ്ങൾ വീണ്ടും വെച്ചനത്തി പാടും. പാടിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് ഇളകിയിട്ട് പറയും ഞാൻ പോവാന്ന് പറയും. പാട്ടൊന്ന് തണുത്താൽ പിശാച് പറയും ഞാൻ പോത്തില്ലെന്ന് പറയും. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. പാടിക്കൊണ്ടിരിക്കുകയും കൈയടിക്കുകയും ചെയ്ത ഞങ്ങളുടെ ശബ്ദവും പോയി, കൈയുടെ ബലവും പോയി, ആരോഗ്യം പോയി, എന്നിട്ടും ഭൂതം പോയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ഉള്ളിൽ ആകെ വെപ്രാളം, എന്താ ഈ ഭൂതത്തെ പുറത്താക്കാൻ പോകാൻ പറ്റുമോ? ഞാൻ അടുത്ത അടവെടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ പറയാൻ നല്ലത്. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കൂടെയുള്ള ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരൊക്കെ പ്രാർത്ഥിച്ച് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. അവർ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാ: ദൈവമേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം എന്ന് പറഞ്ഞ ഈ ഭൂതം ഇളകി കിടക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങനെയല്ലാതെ പ്രാർത്ഥിക്കാനും അറിയത്തില്ല. നിങ്ങളുടെ സ്തോത്രമൊക്കെ പോയോ? കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഒരു ആമേൻ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും, ചിലർ വെപ്രാളത്തി വേഗത്തിൽ പ്രാർത്ഥിച്ച് നിർത്തി, ചിലർ ആത്മാർത്ഥമായി കുറച്ച് നേരം നീട്ടി പ്രാർത്ഥിച്ചു. എല്ലാവരുടെ പ്രാർത്ഥനയും കഴിഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭൂതം പറയും നീ പ്രാർത്ഥിച്ചാലൊന്നും ഞാൻ പോകത്തില്ല. അവരെല്ലാം വെപ്രാളപ്പെട്ട് വിഷമിച്ച് എന്നെ നോക്കും. ഞാനോ വിഷമിച്ചിരിക്കുവോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു മാർഗവുമില്ല. 2-3 മണിക്കൂർ പോയി. ഈ ഭൂതത്തെ പുറത്താക്കാതെ വീട്ടുകാർ ഞങ്ങളെ വിടുന്ന ലക്ഷണമില്ല. എന്താ ചെയ്യേണ്ടതെന്നിട്ട് അറിയത്തുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നു. അത് ദൈവവചനത്തിൽ നിന്നായിരുന്നു. ആ തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇങ്ങനെയാ: പൗലോസ് ഒരിക്കൽ ഒരു അടിമ പെൺകുട്ടിയുടെ മേലിൽ നിന്ന് പിശാചിനെ പുറത്താക്കി. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് നമ്മൾ ആ വാക്യം വായിക്കുന്നത്. അതെവിടെയായിരുന്നു എന്നറിയോ? നടു റോട്ടിൽ ഭൂതം ഉണ്ടായിരുന്നൊരു പെങ്കൊച്ചെ പ്രവചനം പറയുമായിരുന്നു. റോട്ടിൽ നിന്ന് കൈ നോക്കുന്ന ആളുകളെ പോലെ പ്രവചനം പറയുമായിരുന്നു. പൗലോസിന് മനസ്സിലായി ഇത് പൈശാചിക ഉപദ്രവമാണെന്ന്, പിശാചാ ചെയ്യുന്നതെന്ന്. പൗലോസ് ആ റോട്ടിൽ നിന്ന് പറഞ്ഞു, നസ്രാന യേശുവിൻ നാമത്തിൽ പിശാചെ വിട്ടുപോ. ആ അടിമ പെൺകുട്ടിയുടെ മേൽ നിന്ന് പിശാച് ഓടിപ്പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? സ്വർഗം എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവിടെ ആരും പാട്ട് പാടാനില്ലായിരുന്നു, അവിടെ ആരും ദൈവവചനം പറയാനില്ലായിരുന്നു, അവിടെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ആത്മീയ അന്തരീക്ഷവും ഇല്ലായിരുന്നു. നടു റോഡില് പാട്ടുപാടാനും ആരാധന പറയാനും ഒന്നും ഇല്ലാതെ എങ്ങനെ ഭൂതം പുറത്തായി? എനിക്ക് ഉത്തരം അതേപോലെ വന്നു. ഭൂതം പുറത്താകിയത് പാട്ട് പാടിയതുകൊണ്ടോ കൈകോർത്ത് പിടിച്ചുകൊണ്ടോ അല്ല. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ത് ചെയ്യും? എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? പിടികിട്ടുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവരാരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടോ പാട്ട് പാടിയത് കൊണ്ടോ അല്ല പിശാച് പുറത്തായത്. പകരം യേശുവിൻ്റെ നാമമാണ് ആ പിശാചിനെ പുറത്താക്കിയത്. ഒന്ന് കരമുയർത്തി പറയാവോ? എന്തിനെ പുറത്താക്കിയത്? എന്താണ്? യേശുവിൻ്റെ നാമമാണ്. ഒന്നുറക്കെ പറ. എന്താണ് പുറത്താക്കിയത്? യേശുവിൻ്റെ നാമമാണ്. ഒരിക്കൽ കൂടെ പറ. എന്താണ് പുറത്താക്കിയത്? എനിക്ക് മനസ്സിലായി. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂതം ഇളകിയപ്പോൾ ചുറ്റും നിന്ന് പാട്ടുപാടിയെന്ന് എവിടെ എഴുതിയിട്ടില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂതം ഇളകിയപ്പോൾ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നും ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല. ഞാൻ ആരുടെയോ കണ്ടുപഠിച്ച് ശീലിച്ചതാണ്. എനിക്ക് മനസ്സിലായി ഞാൻ വിവരക്കേടാ ചെയ്യുന്നത്. ചെയ്യേണ്ടത് സകല മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ നാമം പറയുകയാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് ആ ബോധ്യം, അതിനെ ആ തിരുവെഴുത്തുകളെ അറിയുക എന്ന് പറയുന്നത്, ആ ബോധ്യം എനിക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചെന്ന് ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ പിശാചേ ഈ മോളുടെ മേൽ നിന്ന് മാറിപ്പോ. നിങ്ങൾക്കറിയാവോ, അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ഈ കള്ള പിശാച് മലർന്ന് പറഞ്ഞിട്ട് ദാ ഞാൻ പോകുകയാണ് എന്ന് നിലവിളിച്ച് വിട്ടുപോയി. ആകെ കൂടി ഒരു സെക്കൻഡിൻ്റെ കാര്യം നിങ്ങൾ 3 മണിക്കൂർ പരിശ്രമിച്ചിട്ടും നടന്നില്ല. സഹോദരങ്ങളെ, എൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അറിവില്ലായിരുന്നു. പ്രശ്നത്തെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രതിസന്ധിയെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ എങ്ങനെയാ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒറ്റ കാര്യം അറിയാവോ? പാട്ട് പാടാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം. അതുകൊണ്ട് മോശമാണെന്നല്ല കേട്ടോ. എല്ലാത്തിനും പാടിയാലും പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഇടയിൽ ദൈവം നിങ്ങളോട് എന്താ ചെയ്യേണ്ടതെന്ന് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തരും. അതോർത്ത് ഞാൻ ദൈവത്തെ
സ്തുതിക്കുന്നു. ഞങ്ങൾക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ അറിയാവുന്നതിൻ്റെ കാരണം പുസ്തകത്തെ വായിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ പിടികിട്ടി, എല്ലാ പ്രശ്നത്തിനും കൈയടിക്കേണ്ട, പാട്ട് പാടേണ്ട, സകല പ്രശ്നത്തിനും സകല കാര്യത്തിനും വേദപുസ്തകം മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി അറിഞ്ഞാൽ മതി, വിജയം ലഭിക്കുകയാണ്. കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വിജയം വേദപുസ്തകത്തിന്റെ അറിവിലാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, നിന്റെ വിജയം എന്താണ്? വേദപുസ്തകത്തിന്റെ അറിവിലാണ്. നമ്മുടെ പ്രശ്നം ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ബ്രദറെ സിസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിലെ പലരും നന്നായി പ്രാർത്ഥിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ഞാൻ പറയുന്നത്? മിക്കവാറും പ്രശ്നം വന്ന സഹോദരിമാർക്ക് നന്നായി കരയാനറിയാം. അവർ വീട്ടിൽ പോയി, കർത്താവേ എൻ്റെ കൊച്ചിൻ്റെ കാര്യം നീ ഓർക്കുന്നുണ്ടോ യേശുവേ, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഏയ്, നിങ്ങളങ്ങനെയൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ പോവും, അല്ലെങ്കിൽ ചില ആളുകൾ 1 മണിക്കൂർ പോവും. എന്തൊരു നിശബ്ദതയാ നോക്ക്. ഞാൻ പറയുന്നത് ശരിയാന്ന് പറയാവുന്നവരുന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ചർച്ച് മുഴുവൻ കൈവക്കി. ഹല്ലേലൂയ. അതെന്തായാലും ഭയങ്കരമായി പോയി കേട്ടോ സഹോദരങ്ങളെ. ഹല്ലേലൂയ സ്തോത്രം അല്ല പ്രാർത്ഥന, അല്ല. അതിന് പകരം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കുറച്ചു നേരം ബൈബിൾ വായിക്കാൻ തുടങ്ങാമല്ലോ. ബൈബിളും കൂടെ തുറക്കണേക്കാൾ മുമ്പ് എന്തോ വരും? ബാക്കി നിങ്ങൾ പറ. എന്തോ വരും? കോട്ടുവാ വരും. ചില ആളുകൾ ഇപ്പം എന്നോട് പറയുന്നത്, ബ്രദറെ ഉറങ്ങാൻ വേണ്ടി ഞാൻ കിടക്കയുടെ അടുക്കൽ ബൈബിൾ കൊണ്ടുവച്ചിരിക്കുക, ഈ സാധനം തുറന്നാലേ ഗുളിക കഴിക്കണ്ട, അപ്പോഴേ ഉറക്കം വരുമോ? അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ അകത്ത് അറിവ് കയറിയാൽ പിശാചിന് നിങ്ങളെ വഞ്ചിക്കാൻ പറ്റില്ല എന്ന് പിശാചിന് നന്നായിട്ടറിയാം. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറഞ്ഞാട്ടെ. ദൈവജനത്തിൽ നിന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ പിശാചിന് നമ്മളെ കളിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ്റെ വഞ്ചനയിൽ പെടാതെ വണ്ണം ദൈവിക ബലത്തിൽ നമുക്ക് നിലനിൽക്കുവാനായി കഴിയും. ദൈവജനത്തിൻ്റെ ബലം ഉള്ള ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ മാറുവാനിടയായി തീരും. അതുകൊണ്ട് നമുക്ക് ദൈവജനത്തോടൊപ്പം ആയിരിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, സിസ്റ്ററുടെ പേര് സുമ എന്നാണ്. സുമ. ഇവര് വരുന്നത് പെരിങ്ങാടൻ എന്ന വില്ലിടം എന്ന സ്ഥലത്ത്, തൃശ്ശൂർ വില്ലിടം എന്ന സ്ഥലത്ത് നിന്നാണ് അവർ വരുന്നത്. ഈ മോൾക്ക് 1 മാസമായിട്ട് തലകറക്കം ഉണ്ടായിരുന്നു. തലകറക്കം ഉണ്ടായതിനെ തുടർന്ന് തലകറങ്ങി താഴെ വീണു. വീട്ടുകാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഭാഗം തളർന്നു പോകും, ഞരമ്പ് വീക്കാണ്, ഒരു ഭാഗം തളർന്നു പോകുമെന്ന് പറഞ്ഞു. ഇവർ അപ്പം തന്നെ അഞ്ചൽ ചർച്ചിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ രോഗം സൗഖ്യമായ ഉടനെ തന്നെ നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഇവർ അതിനനുസരിച്ച് സാക്ഷ്യം പറയാം എന്ന് പറയുകയും പൂർണ്ണമായിട്ടും ഈ മോളുടെ തലകറക്കം വിട്ടുമാറി. ഇതേ തുടർന്ന് ഈ മോൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ മോൾ ജോലിക്ക് പോകുന്നുണ്ട്. ആ രോഗത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ കിട്ടി എന്നാണ് പറയുന്നത്. കരങ്ങളെ അടിച്ചു കർത്താവിനെ സ്തുതിച്ചു. മോള് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് കയറുന്നു. എൻ്റെ പേര് സുധ. ഞാൻ വീട്ടു ജോലിക്കാണ് പോണത്. എന്താണ് മോൾക്കുണ്ടായത്? എങ്ങനെയാണ് സൗഖ്യം ഉണ്ടായത്? തല കറങ്ങി വീണ് ആസ്പത്രിയിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തലയിൽ ഞരമ്പിന് കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കിടപ്പാവാണ്ട് ഒരു സൈഡ് തളർന്നു പോകുന്നു വരെ പറഞ്ഞു. അവിടെ നിന്ന് വന്നപ്പോൾ അമ്മ വന്ന് പ്രാർത്ഥിച്ചു, അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പ്രയറിൻ്റെ ഇതിലേക്ക് വിളിച്ചു. അപ്പോൾ അമ്മ മീറ്റിങ്ങിന് വരുന്നതാണോ? മുമ്പേ വരുന്നതാണോ? ഇപ്പോൾ ടി വിയിലൂടെ കണ്ട നമ്പറിലാണോ വിളിച്ചത്? ഓക്കെ. ഒരു പെണ്ണ് ഇവിടെ വരാറുണ്ട്. ആണ് എന്നെ ഇവിടെ പറഞ്ഞു വിട്ടതും ബ്രദറിന് അവിടുത്തെ നമ്പർ തന്നതും ഞാൻ മോൾക്ക് വയ്യാത്തത് വിളിച്ച് പറഞ്ഞത്. ജില്ല പ്രയർ സെല്ലിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെ എനിക്ക് പ്രാർത്ഥിച്ചു തന്നു. പറഞ്ഞു 1 മാസത്തിനുള്ളിൽ എണീറ്റ് പണിക്ക് പോകും, വന്നു കഴിഞ്ഞ് സാക്ഷ്യം പറയണമെന്ന്. ഇന്നലെ തുടങ്ങി ഞാൻ പണിക്ക് പോയി തുടങ്ങി. ഒരു കുഴപ്പമില്ല. കരങ്ങളെ അടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആളിൽ കരം കൊടുത്ത് പറഞ്ഞ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ വീശി നന്ദി പറയാം സന്തോഷത്തോടെ. ഇവരുടെ പേര് ഭവാനിയാണ്. ചേരുക്കുഴി, വലക്കാവ്, തൃശ്ശൂർ. ഓക്കെ. ഇവർക്ക് 2 വയസ്സായ ഒരു
കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ശക്തമായ പനിയായിരുന്നു. 4 ദിവസമായിട്ട് ശക്തമായ പനിയായിരുന്നു. പക്ഷേ ഇവർ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യം കിട്ടി എന്നാണ് സിസ്റ്റർ പറയുന്നത്. സിസ്റ്ററിന്റെ മോളാണോ? സിസ്റ്ററിന്റെ മോളുടെ കുട്ടിയാണ്. എന്താണ് സംഭവിച്ചത്? അവന് പനി വന്നിട്ടേ മാറിയിട്ടുണ്ടായില്ല. 2 പ്രാവശ്യം ഡോക്ടറെ കാട്ടിയിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ടായില്ല. രാത്രി പനിക്കുക, വീണ്ടും വയർക്ക്, പിന്നെയും പനിക്കുകയായിരുന്നു. എന്നിട്ട് ശക്തിയായ പനിയായിരുന്നു. അഞ്ചലിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പം തന്നെ പനി കുറഞ്ഞു. പ്രയർ സെല്ലിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സമയം പിന്നെ പനി ഉണ്ടായിട്ടില്ല. തുടർന്നായിട്ടുണ്ടായിരുന്ന പനിയിൽ നിന്നും കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കിയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങളെ അടിച്ച് യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ. ഈ സിസ്റ്റർ കടന്നു വരുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. വടക്കഞ്ചേരി പാലക്കാട് ഡിസ്ട്രിക്ട്. അവിടെ നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ശോഭ ബേബി എന്നാണ് സിസ്റ്ററുടെ പേര്. ശോഭ ബേബി നമ്മുടെ മന്ത്ലി മീറ്റിങ്ങിന് സ്ഥിരം പങ്കെടുക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ നമ്മളോട് സാക്ഷ്യം പറയുന്നത് തലയുടെ പുറകുവശത്ത് തരിപ്പും വേദനയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ ഫലമായി ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. എത്ര നാളായിട്ടുണ്ടായിരുന്നു? അത് പെട്ടെന്നുണ്ടായതാണ്. അത് കുറച്ച് 2 ദിവസം തരിപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേദനയും ആയി. അത് കഴിഞ്ഞ് ഓർമ്മ പോയി. 3-4 ദിവസം ഓർമ്മ പോയി. ഭക്ഷണമൊന്നും എടുത്തു വെച്ചാൽ കഴിക്കാനൊന്നും പറ്റില്ല. ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ മക്കളൊക്കെ വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ അനിയത്തിയോട് അപ്പം അവർ ഈ വിവരം പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് മൊബൈലിൽ ബ്രദറിൻ്റെ ജോൺ പാരി ബ്രദറിൻ്റെ പ്രസംഗം വെച്ച് കൊടുക്കുക, എപ്പോഴും അതിരുന്ന് കാണട്ടെ, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നു. എപ്പോഴും കണ്ടുകൊണ്ട് ആ സിസ്റ്ററെ സോളി സിസ്റ്ററെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓർമ്മ കുറച്ചേ തിരിച്ചു വന്നു. അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. സിസ്റ്റർ പറയുന്നത് ആ അവസ്ഥയിൽ നമ്മുടെ ജോൺ ബ്രദറിന്റെ മീറ്റിംഗ് മൊബൈൽ യൂട്യൂബിലെടുത്ത് തന്നെ കേൾപ്പിച്ചു. താൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഓർമ്മശക്തി തിരികെ വന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ 10-15 ദിവസം ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ ഈ പ്രാർത്ഥനയിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം മുതൽ വന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലേ? ഒന്നുമില്ല. ഒരു ഓർമ്മക്കുറവില്ലേ? ജോലി. കാര്യങ്ങളൊന്നും അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് കൊടുത്ത നല്ല അനുഭവ സാക്ഷ്യത്തിനായിട്ട് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. തൃശ്ശൂരിൽ നിന്നുള്ള സൗഖ്യമാണ്. സീരിയൽ നമ്പർ 10. നിഷ എന്നാണ് ഈ മോളുടെ പേര്. ഈ മോളുടെ കാലിന് നിറയെ വ്രണങ്ങളാണ്. പാട് കാണാം. പൊട്ടിയൊലിച്ച് ഉറക്കമില്ലാതെ ശക്തമായി വേദനയും വെള്ളമൊക്കെ ഒലിച്ച് ആര് കണ്ടാലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന വിധത്തിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ടൗൺ ഹാളിൽ വന്നു ജോൺ ബ്രദർ തൊട്ട് പ്രാർത്ഥിച്ചു. ഇപ്പം അത് കരിഞ്ഞു പോയി, പൂർണ്ണ സൗഖ്യമായി. എത്ര നാളായിട്ടുണ്ട്? 1.5 കൊല്ലമായി. 1.5 കൊല്ലമായിട്ട് ഈ വ്രണങ്ങളുണ്ടായിട്ട് അലർജിയാന്നാ പറഞ്ഞ. കരപ്പൻ്റെ 3 ഡോക്ടർമാരെ കണ്ടു. കഴിഞ്ഞ മാസം കൂടെ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ തലയിൽ കണ്ടിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഴുവൻ ഉണങ്ങിപ്പോയി. നിങ്ങൾ ഈ കാല് കണ്ടു കഴിഞ്ഞാൽ അറിയാനൊക്കും ഈ കാലിൻ്റെ 2 കാലിലും മുഴുവനും വ്രണം വന്നിട്ട് ഉണങ്ങിയ പാടുകളാണ് ശരീരത്തിലുള്ളത്. സിസ്റ്റർ പറയുന്നത് 1.5 വർഷമായിട്ട് വെള്ളം ഒലിച്ച് വ്രണമായിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസത്തിലെ മീറ്റിങ്ങിൽ നമ്മുടെ ജോൺ ബ്രദർ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് വിടുതൽ നൽകിയെന്നാണ് പറയുന്നത്. അല്ലേ? നമ്മൾക്കറിയാമല്ലോ നമ്മുടെ ബ്രദർ എല്ലാവരെയും ചുംബനം കൊടുത്തു. അതുപോലെ ഈ കുഞ്ഞുവാവയ്ക്കും ബ്രദർ ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തതിന് ശേഷമാണ് സൗഖ്യമായെന്നാണ് സിസ്റ്റർ പറയുന്നത്. കരങ്ങളെ അടിച്ച് നേരത്തെ സ്തുതിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ യേശുബിജ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന പിതാവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന യേശുബിജ ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ. യേശുബിജ ഇരുട്ടിൻ്റെ പിടിയിലായിരിക്കുന്ന കർത്താവെ, താൻ ചെയ്യുന്നത് എന്തെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവെ ഇരുട്ടിൻ്റെ പിടിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. ദൈവിക വെളിച്ചം കൊണ്ട് ആ കുടുംബം നിറയപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ.
യേശുപിച്ച അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. കർത്താവെ, സ്വന്തമായി സ്ഥലം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർ മുൻപോട്ട് പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും തടസ്സം നേരിടുന്നുകൊണ്ട് കർത്താവെ, ഭാരത്തോടെ ആയിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. യേശുപിച്ച അസാധാരണമായ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. തലമുറകളിൽ കർത്താവെ അംഗവൈകല്യം ഉണ്ടാകുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തിന്മേലായിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ മുറിഞ്ഞു പോട്ടെ അപ്പാ. കർത്താവെ, ക്രിസ്തുവിനുള്ള നിറവിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ആ കുടുംബം ആയിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവജനത്തിൻ്റെ ബലം ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ അപ്പാ. അവരായിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും അവർ പുറത്തു വരുവാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവേ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിക്കണമേ അപ്പാ. സാമ്പത്തികമായി കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. യേശുപിച്ച ആരോഗ്യപരമായി ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവരുടെ ചെറിയ കീഴിൽ മറിച്ചു കൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.